അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ അലുമിനി സമ്മേളനത്തിൻ്റെ അലിയ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ CP ഹബീബ് റഹ്മാൻ സാഹിബ്, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ നമ്മുടെ MLA ശ്രീ CH കുഞ്ഞമ്പു, KV അബൂബക്കർ ഉമരി സാഹിബ്, CT അഹമ്മദ് അലി സാഹിബ്, ബഹുമാന്യനായ CH അബ്ദുറഹീം സാഹിബ്, എൻജിനീയർ സലാഹുദ്ദീൻ സാഹിബ്, എൻജിനീയർ CH മുഹമ്മദ് സാഹിബ്, ബദറുൽ മുനീർ, സുഫൈജ അബൂബക്കർ, വാർഡ് മെമ്പർ ചന്ദ്രശേഖരൻ കുളങ്ങര, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ സമാദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ 8.5 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യത്തോടു കൂടി ഇതുപോലുള്ളൊരു കലാലയം സമകാലിക സാഹചര്യത്തോടും എൻഗേജ് ചെയ്തുകൊണ്ട് കാലോചിതമായ പരിഷ്കരണങ്ങൾക്കും വികാസങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നത് പരിമിതമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ഒരർത്ഥത്തിൽ നവജാഗരണ പ്രവർത്തനങ്ങളുമായി 8.5 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യത്തോടു കൂടിയാണ് ഇന്ന് ആലിയ തല ഉയർത്തി നിൽക്കുന്നത്. ഞാനിങ്ങോട്ട് പോരുമ്പോൾ ആലിയയുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, നേരത്തെ ഞാൻ മനസ്സിലാക്കിയതിനപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പാരമ്പര്യമുള്ള, ഇത്രയേറെ ക്യാപിറ്റലുള്ള മറ്റൊരു സ്ഥാപനം പരിമിതമാണ് എന്ന് പറയാൻ എനിക്ക് കഴിയും. മർഹൂം ഇസുദ്ദീൻ മൗലവിയിൽ നിന്നാണ് തുടക്കം. ഏതാണ്ട് 1930കളിലാണ് ഉമറാബാദിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന മർഹൂം ഇസുദ്ദീൻ മൗലവിക്ക് സമാനമായ ബാക്കിയാത്തിന് സമാനമായ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച, പിന്നോക്കം നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്യാൻ ഉപകരിക്കുന്ന, കാലോചിതമായ ഇസ്ലാമിനെ വായിക്കാൻ സാധ്യമായ, അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തമായ, കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കാനും പൊതുസമൂഹത്തോടും എൻഗേജ് ചെയ്യാനും കഴിയുന്ന കരുത്തുറ്റ ഒരു ജനറേഷനെ വളർത്തിയെടുക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതുപോലെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. 1941 മേയിൽ തീരുമാനമെടുക്കുകയും 1943 ഔപചാരികമായി ഉദ്ഘാടനം കുറിക്കുകയും ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1945 ഇതുപോലെ അല്ലെങ്കിൽ ഇതിന് സമാനമല്ലെങ്കിൽ പോലും കൊച്ചു കെട്ടിടത്തിൽ ഈ പ്രദേശത്ത് വ്യവസ്ഥാപിതമായി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ വായിച്ചത് ആലിയയോടൊപ്പം തന്നെ ആലിയയ്ക്ക് ജന്മം നൽകിയ ഇസുദ്ദീൻ മൗലവിയെ കൂടിയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന് ജീവിതം നൽകാൻ കഴിയുന്ന വ്യക്തികൾ കൂടി ഉണ്ടാകുമ്പോഴാണ് എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. താഴോട്ട് പോയ സ്ഥാപനങ്ങളും മുകളിലേക്ക് വളർന്ന സ്ഥാപനങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ടാകുമ്പോഴാണ് ആ സ്ഥാപനം സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുക എന്നതിൻ്റെ ഉദാഹരണമാണ് മർഹൂം ഇസുദ്ദീൻ മൗലവി എന്ന് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമാണ് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദീനീ അടിത്തറകളിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ പറ്റുന്ന, അവലംബിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം നാടാകെ ഓടി എന്ന് പറയണം. അദ്ദേഹം കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് അദ്ദേഹം അത്യധ്വാനം ചെയ്തു. സിലോണിൽ, സിംഗപ്പൂരിൽ, മലേഷ്യയിൽ, ഇങ്ങനെ രാജ്യത്തിൻ്റെ പുറത്ത് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ വരെ ഈ സ്ഥാപനത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓടിയ മനുഷ്യനാണ് മർഹൂം ഇസുദ്ദീൻ മൗലവി. കേരളത്തിൻ്റെ പുറത്ത് കൽക്കത്തയിൽ, അതുപോലെ തന്നെ ബോംബെയിൽ എന്ന് തുടങ്ങി നിരവധി ഇടങ്ങളിൽ, കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ, മലബാറിൽ, മലപ്പുറത്ത്, എല്ലായിടത്തും ഇസുദ്ദീൻ മൗലവി ഈ സ്ഥാപനത്തിൻ്റെ സന്ദേശവുമായി എത്തുക മാത്രമല്ല, ഈ സ്ഥാപനത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത വ്യക്തിത്വമാണ്.
രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. മർഹൂം ടി മുഹമ്മദ് മൗലവിയും അതുപോലെ തന്നെ ഇസ്സുദ്ദീൻ മൗലവിയും പള്ളികളിൽ കയറാറുണ്ടായിരുന്നു. മസ്ജിദുകളിൽ ജമാഅത്തുകളിൽ കയറി ചെന്നു അവിടെയുള്ള ആളുകളോട് പ്രഭാഷണം നടത്താറുണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിനൊടുവിലാണ് ആലിയയെ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ പലപ്പോഴും പലയിടങ്ങളിലും പോകുമ്പോൾ സ്വീകരിക്കപ്പെട്ട ഇടങ്ങളുണ്ട്, മാറ്റി നിർത്തിയ ഇടങ്ങളുണ്ട്, അതുപോലെ തന്നെ അടുപ്പിക്കാത്ത ഇടങ്ങളുണ്ട്. ഈ പരിസരത്ത് തന്നെയുള്ള ഒരു ജമാഅത്തിനകത്ത് അദ്ദേഹം പോയപ്പോൾ അനുഭവം ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹവും ടിഎമ്മുമാണ് ചെന്നത്. ആ പള്ളിയിലെ മഹല്ല് ഖത്തീബ് പറഞ്ഞു, നിങ്ങൾക്ക് സംസാരിക്കാം, ആലിയെക്കുറിച്ച് ആളുകളോട് പറയാം. അദ്ദേഹം ആ അർത്ഥത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി അന്ന് മുത്തവല്ലിയോട് സംസാരിച്ചു. ആ കാലഘട്ടത്തിലെ മുത്തവല്ലിമാരെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ പ്രമാണിമാരാണ്. അങ്ങനെ പ്രമാണിയായ നാട്ടിലെ പൗരപ്രമുഖനായ മുത്തവല്ലി നല്ല സമയത്തല്ല അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഇവർ കയറി ചെല്ലുന്നത്. അവർ കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു ആലിയ കോളേജിനെ കുറിച്ച്, അതിൻ്റെ ആവശ്യങ്ങളെ കുറിച്ച്, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ സദസ്സിനെ അഭിമുഖീകരിച്ച് ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട സഹായം അഭ്യർത്ഥിക്കുന്നതിന് ആവശ്യമായ സ്വഭാവത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ പ്രഭാഷണം നടത്താൻ പറ്റില്ല. ആ അർത്ഥത്തിൽ ഇവിടെ പ്രഭാഷണം നടത്താൻ പറ്റില്ല. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറയുന്നത്, ഇസ്സുദ്ദീൻ മൗലവി ആ പള്ളിന്റെ തൊട്ട് മുമ്പുള്ള ഒഴിഞ്ഞ ഒരു പ്രദേശം അദ്ദേഹം കണ്ടു. ആ പ്രദേശത്തെ അദ്ദേഹം വിളക്ക് നാട്ടി. എന്നിട്ട് അദ്ദേഹം കൂടെ ടി മുഹമ്മദ് മൗലവിയും ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പ്രഭാഷണം ആരംഭിച്ചു. ആ പ്രഭാഷണം കഴിയുമ്പോഴേക്ക് ആ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും ആ പ്രഭാഷകന്റെ മുമ്പിൽ നിശബ്ദമായിരിക്കുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ ആ മുത്തവല്ലിയും അതിന്റെ ബാക്ക് നിരയിൽ വന്നിരുന്നു എന്നാണ് ചരിത്രം. എന്നിട്ട് അദ്ദേഹം വീട്ടിലെത്തിയതിന് ശേഷം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അന്ന് ഫോണില്ല, അന്ന് സംവിധാനങ്ങളില്ല, കമ്മ്യൂണിക്കേഷൻ ഇത്രയേറെ വളർന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വിഹിതം പിന്നീട് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന ചരിത്രം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥകൾ. ഞാൻ പറയുന്നത് അതൊരു കഥയല്ല, അതൊരു ജീവിതമാണ്, വിയർപ്പൊടുക്കിയ ജീവിതമാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതായുസ് അദ്ദേഹത്തിന്റെ നാട്ടിലും മറുനാട്ടിലും ഇതര സംസ്ഥാനങ്ങളിലും പലപ്പോഴും വിഷമിച്ച് പ്രയാസപ്പെട്ട് എന്നിട്ട് അദ്ദേഹം നെട്ടോട്ടം ഓടിയതിൻ്റെ കൂടി അനന്തര ഫലമാണ് ഈ ബ്രാൻഡ് അല്ലെങ്കിൽ അലാലിയ എന്ന് പറയുന്ന ഈ മഹത്തായ സംവിധാനം എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ബോംബെയിൽ അദ്ദേഹം എല്ലാം കഴിഞ്ഞ് അവിടെയുള്ള ഒരു മൊയ്തു ഹാജി അദ്ദേഹത്തിന് പണമെല്ലാം കൊടുത്തു, സാമ്പത്തികമായ സഹായമെല്ലാം കൊടുത്തു. അതിലെല്ലാം അദ്ദേഹം പുസ്തകം വാങ്ങി. അദ്ദേഹം പോകുന്ന ഇടങ്ങളിലെല്ലാം രണ്ട് കാര്യമാണ് പറയാറുണ്ടായിരുന്നത്. അദ്ദേഹം പറയാറുള്ള ഒരു കാര്യം അദ്ദേഹം പഠിക്കാനുള്ള കുട്ടികളുടെ സാമ്പത്തികമായ സഹായമാണ് എങ്കിൽ രണ്ടാമത് പറയാറുണ്ടായിരുന്ന കാര്യം പുസ്തകങ്ങളാണ്, കിതാബുകളാണ്. അതിനെല്ലാം അദ്ദേഹം പുസ്തകം വാങ്ങിയപ്പോൾ ചോദിച്ചു, അല്ല എല്ലാറ്റിനും പുസ്തകം വാങ്ങുകയാണോ? അപ്പൊ നിങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അതുപോലും ചിന്തിക്കാതെ ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ നെഞ്ചേറ്റിയ ഒരു വ്യക്തിത്വത്തിൽ നിന്നാണ് ഈ സ്ഥാപനം ഉയരെടുത്തത് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളക്കരയിൽ കേരളീയ സമൂഹത്തിനകത്ത് ഞാൻ പറയുക അങ്ങ് മംഗലാപുരം വരെയുള്ള അതിർത്തിക്കകത്തും നിരവധി ആളുകളെ വളർത്തിയെടുക്കുവാൻ കേരളത്തിന്റെ മുസ്ലിം നവജാഗരണ അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ പങ്കാളിത്തം വഹിക്കാൻ, അതിൽ തങ്ങളുടേതായ സംഭാവനകൾ അർപ്പിക്കാൻ പറ്റുന്ന ഉയർന്ന വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. കേരളത്തിൽ അഭിമാനകരമായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ സമാനമായ വ്യക്തിത്വങ്ങളുടെ പേരെണ്ണിപ്പറയാൻ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഓർത്തുപോകുന്നത് മർഹൂം ടി കെ അബ്ദുള്ള സാഹിബിനെ കേരളക്കരക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൽഖാമീറായിരുന്ന, കേന്ദ്ര ശൂറാംഗമായിരുന്ന, ഉറുദുവിലും അറബിയിലും അതുപോലെ തന്നെ മലയാളത്തിലുമെല്ലാം നല്ല നർമ്മത്തോടുകൂടി പ്രഭാഷണം നടത്തുന്ന പണ്ഡിതനായ ഉജ്ജ്വലനായ വ്യക്തിത്വം. നാഥൻ അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവാണ് ആലിയ എന്ന് മർഹൂം ടി കെ അബ്ദുള്ള സാഹിബ് പറയുന്നുണ്ട്. സമാനമായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ടി കെ അബ്ദുള്ള സാഹിബ്, അതുപോലെ തന്നെ മൊയ്തു മൗലവി വിദ്യാർത്ഥിയായിരുന്നോ അധ്യാപകനായിരുന്നോ എന്ന് എനിക്കറിഞ്ഞൂടോ. അധ്യാപകനായിരുന്നു എന്നുള്ളത് എന്തായാലും എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ അർത്ഥത്തിൽ മർഹൂം പ്രൊഫസർ സയ്യിദ് മരക്കാർ സാഹിബ്, കുഞ്ഞു മുഹമ്മദ് വളാഞ്ചേരി സാഹിബ്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ തർവായി സാഹിബ്, OP അബ്ദുസലാം മൗലവി എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. മൊയ്തീൻ കുട്ടി മൗലവി ഈ സദസ്സിലുണ്ട്. അതുപോലെ തന്നെ KV അബൂബക്കർ ഉമരി, KM അബ്ദുൽ ഖൈസ്, മുഹമ്മദ് ഷമീം ഉമരി, NM
അതുപോലെ തന്നെ NN ഗഫൂർ സാഹിബ്, TK മുഹമ്മദ് അലി സാഹിബിൽ നിന്ന് തുടർന്ന് U അബ്ദുസലാം സാഹിബ്, CH ബഷീർ മദീനി, സദറുദ്ദീൻ വാഴക്കാട്, AP ശംസീർ, TE റാഫി വടുതല, ഇതുവരെ എത്തി നിൽക്കുന്ന, ഞാൻ അവസാനം വായിച്ചത് അവസാനത്തെ ജനറേഷൻ്റെ അവസാനത്തെ ഈ അറ്റത്തുള്ള ആളുകളെ കുറിച്ചാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഒരുപാട് അതത് ജനറേഷനിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ സ്ഥലത്തിൽ സമൂഹത്തിന് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും കൽപ്പറ്റ അതുപോലെ തന്നെ കരുത്തുറ്റ നേതൃത്വം നൽകാൻ പറ്റുന്ന ഒരു തലമുറയെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് ഈ സ്ഥാപനം നിർവഹിച്ച ഏറ്റവും വലിയ സംഭാവന എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതോടൊപ്പം തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥികളാണ്. ഞാൻ പലരെയും കണ്ടു. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ OP ഉൾപ്പെടെ വിദ്യാർത്ഥികളാണ്. നമ്മൾ ഗുരുതുല്യം സ്നേഹിക്കുന്ന, നമ്മുടെ പിതൃതുല്യം സ്നേഹിക്കുന്ന ഒരുപാട് മഹാരഥന്മാരായ മനുഷ്യർ വേദിയിലുമുണ്ട്, അതുപോലെ തന്നെ സദസ്സിലുമുണ്ട്. ഞാൻ ഇങ്ങോട്ട് യാത്ര തിരിക്കുമ്പോൾ ഞാൻ കയറിയ വാഹനത്തിലുമുണ്ട്. നിങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ അസറ്റ്, നിങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ സമ്പത്ത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ പറയുക, ഗൃഹാതുരത്വത്തിൻ്റെ അനുഭവ പങ്കുവപ്പോടുകൂടി പിരിഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത്. ഒരു കാലഘട്ടത്തിൽ ഒരു ജനത, അതുപോലെ തന്നെ മഹൽ വ്യക്തിത്വങ്ങൾ അവരുടെ ജീവിതം വിസ്മരിച്ചുകൊണ്ട് അവർ ജീവിച്ച് തീർത്തതിൻ്റെ ഫലമാണ് ഈ സ്ഥാപനം, അതിൻ്റെ ഫലമാണ് നിങ്ങൾ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് ഞാൻ പറയുക, നമ്മൾ തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുക, അടുത്ത ജനറേഷന് വേണ്ടി ഈ സ്ഥാപനത്തെ അതിൻ്റെ പ്രതാപത്തോടുകൂടി, പൂർവ്വകാല പ്രതാപത്തോടുകൂടി, പുതിയ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്വഭാവത്തോടുകൂടി വളർത്തിയെടുക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടി ഉണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ CH ഉൾപ്പെടെയുള്ള ഒരു പുതിയ മാനേജിംഗ് കമ്മിറ്റി ഇതിൽ അത്യധ്വാനം ചെയ്യുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പൂർവികർ തുടങ്ങിവെച്ച, അതുപോലെ തന്നെ അവർ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളെ അതിൻ്റെതായ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതാണ്. ഓരോ വ്യക്തിയും അവരുടെ പങ്ക് ഇതിൽ അടയാളപ്പെടുത്തുമ്പോഴാണ് ഈ സ്ഥാപനം അതിൻ്റെതായ യശസ് വീണ്ടെടുക്കാൻ കഴിയുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാലഘട്ടത്തിലെ പ്രതിഭാധനരായ വ്യക്തിത്വങ്ങളെ മലയാളി സമൂഹത്തിന് സംഭാവന ചെയ്ത പാരമ്പര്യമുള്ള ഈ തറവാട്ട് മുറ്റത്തിൽ നിന്ന് ഞാൻ പറയുക, മലയാളി സമൂഹത്തിനകത്ത്, ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത്, ഇസ്ലാമിക സമൂഹത്തിനകത്ത് കരുത്തുറ്റ ഒരു തലമുറയെ കൂടി ഇനിയും സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ വേഗതയിലാണ് എന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ഒരു 10,000 വർഷം മുമ്പുള്ള മാറ്റം, 10,000 വർഷം കൊണ്ടുള്ള മാറ്റം അടുത്തൊരു 10 വർഷം കൊണ്ട് ഈ രാജ്യത്ത് സംഭവിക്കും, ലോകത്ത് സംഭവിക്കും എന്നതാണ് ഈ കാലഘട്ടത്തിലെ മാറ്റത്തിൻ്റെ വേഗത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ മാറ്റത്തിൻ്റെ ഗതിവേഗത എല്ലാവർക്കും ബാധകമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റത്തിൻ്റെ ഒരുപാട് പ്രകടനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദർശിക്കാവുന്നതാണ്. ഇന്നലകളിലെ നിങ്ങളല്ല ഇന്നുള്ളത്. നിങ്ങൾ ജീവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന സംവിധാനങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന ശീലങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് 10 കൊല്ലം മുമ്പുള്ള നിങ്ങളല്ല ഈ കാലഘട്ടത്തിലെ നിങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക, ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഈ മാറ്റങ്ങളെ എല്ലാം ഉൾക്കൊള്ളുവാൻ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും കഴിയുമ്പോഴാണ് ഈ സ്ഥാപനം കാലോചിതമായി പരിഷ്കരിക്കുകയും വികസിക്കുകയും ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുക. ജീവിത നിലവാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഞാനും ഇതുപോലെ ഒരു ഹോസ്റ്റലുള്ള സ്ഥാപനത്തിൽ പഠിച്ചതാണ്. അന്നത്തെ കാലം നിങ്ങൾക്കറിയാം, ആഹാരത്തിന് വഴിമുട്ടുന്ന കാലമാണ്, സുന്ദരമായിട്ട് ഉറങ്ങാൻ സൗകര്യങ്ങളില്ലാത്ത കാലമാണ്, അതുപോലെ തന്നെ വീട്ടിനകത്ത് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്ത കാലമാണ്, വിശപ്പ് മാറാൻ പ്രയാസപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അന്ന് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആഹാരം കഴിക്കാൻ, ഇന്ന് കേരളത്തിൻ്റെ പുറത്തുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? ഒന്നുമില്ലെങ്കിൽ മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ, ആഹാരം കഴിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അക്ഷരവും ഭക്ഷണവും ഒരു കാലഘട്ടത്തിൽ അക്ഷരത്തേക്കാൾ ഭക്ഷണം എന്ന് പറയുന്നത് പോലും ലഭ്യമല്ലാത്ത ഒരു കാലത്താണ് അന്നൊരു തലമുറ ഇത്തരം കോളേജുകളെ അവലംബിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടം മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ 2 മക്കളുള്ളടത്ത് 5 ടോയ്ലറ്റാണ്, അതുപോലെ തന്നെ 3 മക്കളുള്ളടത്ത് 5 ബെഡ്റൂമാണ്, അതുപോലെ തന്നെ വീട്ടിൽ അത്യാവശ്യ സംവിധാനങ്ങളാണ്, വാഹനങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു തലമുറയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക്, ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നമുക്ക് കൊണ്ടുവരേണ്ടത് എന്ന തിരിച്ചറിവ് ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ക്ലാസ് റൂം, സ്മാർട്ട് ക്ലാസ് റൂമുകൾ മാത്രമേ ഈ കാലഘട്ടത്തിൽ നമ്മൾ
നമുക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഹോസ്റ്റൽ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണം, അതുപോലെയുള്ള ഒരു ക്യാമ്പസിൻ്റെ ആംബിയൻസ് എന്ന് തുടങ്ങിയുള്ള എല്ലാ വിഷയങ്ങളിലും കാലോചിതമായ മാറ്റങ്ങൾക്കും അതുപോലെ തന്നെ പരിഷ്കാരങ്ങൾക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ കാലഘട്ടത്തിൽ സന്നദ്ധമാകേണ്ടതുണ്ട്. എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളോട് ഞാൻ പറയുക, അത്തരത്തിൽ വിഷനുള്ള ഒരു ടീം നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ടീമിനോടൊപ്പം നിന്നുകൊണ്ട് അത്തരം ഒരു മാറ്റത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ, അതുപോലെ തന്നെ അതിൽ നേതൃപരമായ പങ്ക് നിർവഹിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. ടെക്നോളജി ഒരുപാട് വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന കാലത്ത് മൊബൈലില്ല, പലപ്പോഴും വീട്ടിലേക്ക് വിളിക്കാൻ ലാൻഡ് ഫോണില്ല. ആ കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്ന് പോലും ആളുകൾ ഫോൺ ചെയ്യാറുള്ളത് ഏതെങ്കിലും നാട്ടിലുള്ള ഒരൊറ്റ ഫോണിലേക്കാണ്, ഏതോ ഒരു ദിവസമാണ്, എന്നിട്ട് ആ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കലാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഫോണ് കഴിഞ്ഞ അതുപോലെ തന്നെ നെറ്റും ഡാറ്റയും ഒക്കെ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. AI ടെക്നോളജി, അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എന്ത് പ്രഭാഷണം നടത്തണമെന്ന് ChatGPT ഞാൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആലിയ കോളേജിലേക്കുള്ള പ്രഭാഷണം എനിക്ക് വളരെ കൃത്യമായിട്ട് പ്രഭാഷണം ഡ്രാഫ്റ്റ് ചെയ്തു തരാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക്, ടെക്നോളജിക്ക് കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാർ ഉൾപ്പെടെ മോട്ടോർ വാഹനങ്ങൾ ഓട്ടോണമസ് ചെയ്യുന്നതിനെ കുറിച്ച് അത്തരം കമ്പനികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ അധികാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൂമിയാണ്. പിന്നെ വ്യവസായവൽക്കരണത്തിന് ശേഷം യന്ത്രങ്ങളാണ്. പക്ഷേ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ കാലഘട്ടത്തിന്റെ പവർ എന്ന് പറയുന്നത് ഡാറ്റയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത ബിൽ ഗേറ്റ്സ് പോലും ആ അർത്ഥത്തിൽ അവലംബിക്കുന്ന ഒരു പ്രഡിക്ഷൻ, നന്നായി പലപ്പോഴും ശരിയാകാറുള്ള പ്രഡിക്ഷൻ നിർവഹിക്കാറുള്ള റേ കുർട്സ്വീൽ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം 86% അദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻ ശരിയാവാറുണ്ട് എന്നാണ് ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 2029 കമ്പ്യൂട്ടറുകൾ മനുഷ്യബുദ്ധിക്ക് സമാനമായ ബുദ്ധി ആർജിക്കും എന്നുള്ളതാണ്. 2029 എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 2030 സോഫ്റ്റ്വെയറും നാനോബോട്ടുകളും മിക്ക രോഗങ്ങൾക്കുമുള്ള ചികിത്സ കണ്ടെത്തും എന്നുള്ളതാണ്. ശരാശരി ആയുസ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് മാറ്റത്തിന്റെ വേഗത എത്രയെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ ഒരു കാലഘട്ടത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നോർമലായി നിലവിലുള്ള സംവിധാനത്തെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് സാധ്യമല്ല എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആലിയക്ക് പാരമ്പര്യമുണ്ടോ? ആലിയക്ക് ചരിത്രമുണ്ടോ? ആലിയ പ്രതിഭാധനരായ മനുഷ്യരെ വളർത്തിയെടുത്തിട്ടുണ്ട്. പക്ഷേ ആലിയക്ക് അതിൻ്റെ തുടർച്ചയുണ്ടാകണം എന്നുള്ളയിടത്ത് ഞാൻ പറയുക, സാധാരണഗതിയിലുള്ള എഫർട്ട് കൊണ്ട് അതിൻ്റെ തുടർച്ച യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കുണ്ടാകണം. അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഞാൻ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് ഇവിടെ വന്നു ചേർന്ന കഴിവുള്ള, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പഴയതുപോലെയല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ കുട്ടികൾ നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ്. ഇന്നത്തെ കുട്ടികളുടെ IQ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഭാവനക്കപ്പുറമാണ്. ഒരു ക്ലാസ് റൂമിൽ നിന്ന് മാത്രമല്ല അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് ക്ലാസ് റൂമിനപ്പുറം അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ അടുത്ത സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർ സമാന്തരമായി ജപ്പാനീസ് ഭാഷ പഠിക്കുന്നു, അവർ ജർമ്മൻ ഭാഷ പഠിക്കുന്നു. മുമ്പത്തെ ഒരു കാലത്ത് ക്ലാസ്സിലെടുക്കുന്നത് വരെ പഠിക്കാൻ പലപ്പോഴും കുട്ടികളെ നമുക്ക് കൂട്ടിന് കിട്ടാത്തൊരു കാലമാണ്. ഇന്ന് SSLC കഴിയുമ്പോൾ ജപ്പാനീസ് പഠിക്കുന്ന, ജർമ്മൻ ഭാഷ പഠിക്കുന്ന, അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ സംഗീതത്തിന് അഡിക്ഷൻ വന്നെത്തിച്ചേരുന്ന ഒരുപക്ഷെ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ സാമൂഹ്യ ജീവിതത്തെ സ്വാധീനിച്ചു കഴിഞ്ഞ ഒരു കാലത്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ എவ்விதമാണ് അഭിമുഖീകരിക്കുക? ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നൽകാൻ കഴിയുക? നല്ല സ്കിൽഡായ, നിങ്ങൾക്കറിയാമല്ലോ, മുമ്പൊക്കെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് എടുക്കുക വളരെ പ്രയാസമാണ്. ഡിഗ്രി കഴിഞ്ഞോ
അതുപോലെ തന്നെ നമ്മൾ PG പോകുന്നു എന്നതാണ് മുമ്പത്തെ വിദ്യാഭ്യാസത്തിന്റെ രീതി. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, ഒരുപാട് ന്യൂജൻ കോഴ്സുകളുണ്ട്. ഞാൻ ഈ അടുത്ത പരിചയപ്പെട്ട കുട്ടികൾ, പലപ്പോഴും പല കുട്ടികളുമായി പരിചയപ്പെടുമ്പോൾ അവർക്ക് 2 PG ഉണ്ട്, അവർക്ക് 3 PG ഉണ്ട്, അവർക്ക് 2 ഡിഗ്രി ഉണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര പൊട്ടൻഷ്യലുള്ള ഒരു ജനറേഷനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കുട്ടികൾ എന്ന് പറയുന്നത് അസറ്റാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുടെ വളർച്ച അസൂയാവഹമാണ്. നമ്മൾ പലപ്പോഴും ന്യൂജൻ എന്ന് പറയുമ്പോൾ, അവർ ടെക്നോളജിയുമായി കെട്ടിമറിയുമ്പോൾ പലപ്പോഴും നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. ഞാൻ പറയുക, ആ കുട്ടികളുടെ പൊട്ടൻഷ്യൽ നമ്മുടെ രാജ്യത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ, നമ്മുടെ സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ, നമ്മുടെ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിൽ, നമ്മുടെ ബഹുസ്വരതയെ പുഷ്ടിപ്പെടുത്തുന്നതിൽ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സുന്ദരമായ പ്രതിനിധാനം നിർവഹിക്കുന്നതിൽ എவ்விதം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ആധുനിക സങ്കേതങ്ങളും സംവിധാനങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ആലോചിക്കാൻ ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുക, ആലിയ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്കൂൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്, സീനിയർ മദ്രസ വന്നിട്ടുണ്ട്. അതേസമയം ഞാൻ പറയുക, ആലിയ നിർവഹിച്ച ചരിത്രത്തിലെ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആ കാലം, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ നാം നൽകിയിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഈ കാലഘട്ടവും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ കരുത്തുറ്റ വ്യക്തിത്വങ്ങളെ നൽകാൻ ആലിയക്കിനി കഴിയണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഖ്ദറൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എല്ലാവരും ആക്ടിവിസത്തിലേക്ക് പോകേണ്ടവരല്ല, ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഇറങ്ങി പുറപ്പെടേണ്ടവരല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗം മാറി നിൽക്കണം. അവർ ദീനിൽ അവഗാഹം നേടണം. ആ ദീനിൽ അവഗാഹം നേടുന്നത് ഒരു ജനതയുടെ കരുതലാണ്, ഒരു ജനതയുടെ മുന്നോട്ടുള്ള പോക്കിൽ അനിവാര്യമായ കരുതലാണ്. ഞാൻ പറയുക, ആ അർത്ഥത്തിൽ ഞാൻ പറയുക, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ സ്വഭാവത്തിൽ, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്, ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും നല്ല ലീഡർഷിപ്പിനെ നൽകിയ ഈ സ്ഥാപനത്തിന് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ലീഡർഷിപ്പിനെ നൽകാൻ കഴിയണമെന്നാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാരെ നൽകാൻ കഴിയണമെന്നാണ്. ഞാൻ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ കർമ്മശാസ്ത്രം പറയുന്ന പണ്ഡിതൻ എന്നുള്ളതല്ല, കേവല കർമ്മശാസ്ത്രം പറയുന്ന പണ്ഡിതൻ എന്ന് പറയുന്നതല്ല, മറിച്ച് കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ കർമ്മശാസ്ത്രം പറയാൻ കഴിയുന്ന പണ്ഡിതനാണ്, ഈ കാലഘട്ടത്തിന്റെ ദീന് പറയാൻ കഴിയുന്ന പണ്ഡിതനാണ്, ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന പണ്ഡിതനാണ്. ഫിഖ്ഹുൽ അഖല്ലിയാത്ത് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായ ഒരു ഫിഖ്ഹാണ്. ആ ഫിഖ്ഹ് പറയാൻ കഴിയുന്ന പണ്ഡിതനാണ്. പഴയ നമ്മുടെ കിതാബിനകത്ത് നിന്നുകൊണ്ട് പുതിയ കാലത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പണ്ഡിതനാണ്. നമ്മുടെ പാരമ്പര്യമായ നമ്മുടെ തഫ്സീറുകളും അതുപോലെ തന്നെ പ്രാമാണികമായ നമ്മുടെ ഗ്രന്ഥങ്ങളും വെച്ചുകൊണ്ട് ഈ കാലത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇസ്സുദ്ദീൻ മൗലവി, മർഹൂം ഇസ്സുദ്ദീൻ മൗലവി എന്തുകൊണ്ട് അത്ര ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, കാലത്തോടൊപ്പം ഒരു കമ്മ്യൂണിറ്റിയെ കൈപിടിച്ച് ഉയർത്തുവാനും വളർത്തുവാനുമുള്ള ആഗ്രഹത്തിന്റെ ബലത്തിൽ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എത്രമാത്രം ഇത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു എന്ന്. അഥവാ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് TK കൊടുത്ത, അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രതിഭാധനരായ ആളുകളെ കൊടുത്ത ആലിയയിൽ നിന്ന് കേരളം ഇനിയും അത്തരത്തിലുള്ള വ്യക്തികളെ എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, നാം ജീവിക്കുന്ന കാലവും നാം ജീവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ എല്ലാം മുമ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാമോഫോബിയ ശക്തമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹേറ്റ് ക്യാമ്പയിൻ ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അഥവാ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഇസ്ലാം ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിന്റെ ദുരന്തം എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് അത് സൃഷ്ടിക്കുന്ന ഡാമേജ് എത്രയെന്ന് നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ്. അഥവാ ഈ കേരളത്തിന്റെ, ഈ രാജ്യത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കുന്ന അത്യന്തം അപകടകരമായ സ്വഭാവത്തോടു കൂടിയുള്ള ഇസ്ലാമോഫോബിയാണ് രാജ്യത്ത് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നും വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കേരളം അതിൽ നിന്ന് ഒരുപാട് ഭിന്നമാണ്, പ്രബുദ്ധമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുക, ദേശീയ അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ശക്തിപ്പെട്ട ഹെയ്റ്റ് ക്യാമ്പയിനും അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയയും നമ്മുടെ കേരളീയ സമൂഹത്തിനകത്തും പ്രചാരം നേടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഒന്നായിട്ട് വളരുന്നവരാണ്. കേരളത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഭൂപടത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി ജീവിക്കുന്ന, ഒന്നിച്ചു പഠിക്കുന്ന, ഒന്നിച്ച് ഉണ്ണുന്ന, ഒന്നിച്ചുറങ്ങുന്ന, ഒന്നിച്ച് കേരളീയ സമൂഹത്തിലെ ഏത്
ഏത് പ്രതിസന്ധികളെയും ഒറ്റക്കെട്ടായി നേരിടുന്ന, നിങ്ങൾ കണ്ടല്ലോ 2018 നമ്മൾ മഹാപ്രളയത്തെ നമ്മൾ പരാജയപ്പെടുത്തിയത് എന്താണ്? കേരളത്തിന്റെ മാനുഷികമായ മൂല്യങ്ങൾ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടും ആഘോഷിച്ചുകൊണ്ടുമാണ്. 2019 നമ്മൾ എങ്ങനെയാണ് ഒറ്റക്കെട്ടായി നിന്നത് എന്ന് നിങ്ങൾക്കറിയാം. 2020 കൊറോണയെ നമ്മൾ എങ്ങനെയാണ് നേരിട്ടത് എന്ന് നമുക്കറിയാം. ഏറ്റവും അവസാനം ഞാൻ പറയുക, ഇങ്ങ് വയനാട് മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും നമ്മളൊക്കെ കണ്ടതാണ്. അവിടെ ഒരുപക്ഷെ മഴവിൽ വർണ്ണം ചാർത്തിക്കൊണ്ടാണ് വ്യത്യസ്ത ടീഷർട്ടുകൾ, വ്യത്യസ്ത വർണ്ണത്തിൽ, വ്യത്യസ്ത ബ്രാൻഡോടുകൂടി മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ അവർ പരതിയത് മനുഷ്യരെയാണ്. അവർ ചേർത്ത് പിടിച്ചത് മനുഷ്യരെയാണ്. അവർ നെഞ്ചോട് പിടിച്ചു നിർത്തിയത് മനുഷ്യരെയാണ്. ഇത് മലയാളിയുടെ അഭിമാനകരമായ പാരമ്പര്യമാണ്. ഞാൻ പറയുക, ആ പാരമ്പര്യത്തിലും വിള്ളൽ വീഴുന്നുണ്ട്. ആ പാരമ്പര്യത്തിനെതിരെയും ചോദ്യശരങ്ങൾ ഉയരുന്നുണ്ട്. ആ പാരമ്പര്യത്തെയും തകർക്കാൻ കഴിയും വിധമുള്ള ഇസ്ലാമോഫോബിയ നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മതപണ്ഡിതൻ എന്ന് ഞാൻ പറയുമ്പോൾ അരങ്ങ് തകർക്കപ്പെടുന്ന ഘട്ടത്തിൽ, പോളറൈസേഷൻ സൃഷ്ടിക്കപ്പെടുന്ന ഘട്ടത്തിൽ, ഇസ്ലാമോഫോബിയ കാടുകയറുന്ന ഘട്ടത്തിൽ ഏതോ തലത്തിൽ തൻ്റെതായ ആശയപ്രചരണ രംഗത്തോ അതല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള കിതാബിലോ അഭിരമിക്കുന്ന ഒരു പണ്ഡിതനെ കുറിച്ചല്ല. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് മനുഷ്യരെ അഭിമുഖീകരിച്ചുകൊണ്ട്, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം സമൂഹത്തിനകത്ത് ഉദ്ഘോഷിക്കാൻ കഴിയുന്ന കരുത്തുറ്റ പണ്ഡിതന്മാരും നേതൃത്വവും ഈ കാലഘട്ടം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളീയ സമൂഹത്തിൽ തന്നെ ഏറ്റവും വ്യാപകമായി, കേരളത്തിലല്ല ലോകത്ത്, ഇന്ത്യയിൽ മൊത്തം ഇസ്ലാമോഫോബിയുടെ ഒരു ടൂളാണ് ജിഹാദ്. അല്ലേ? ജിഹാദ് എത്ര സുന്ദരമായ പദമാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരം എന്നാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരം എന്നാണ്. ഇത് പഠിക്കേണ്ടതാണ്, പഠിപ്പിക്കപ്പെടേണ്ടതാണ്. ആരാലാണ് പഠിപ്പിക്കപ്പെടേണ്ടത്? നമ്മുടെ പണ്ഡിത സമൂഹത്താൽ പഠിപ്പിക്കപ്പെടേണ്ടതാണ്. ജിഹാദ് ധർമ്മസമരമാണ്. നമുക്കെല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. ആ ജിഹാദിനെ കുറിച്ച് ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, അതുപോലെ തന്നെ ലാൻഡ് ജിഹാദ്, ഹോസ്പിറ്റൽ ജിഹാദ്, ഹെൽത്ത് ജിഹാദ്, ഇത്തരത്തിൽ ഒരുപാട് വകഭേദങ്ങൾ കൊണ്ടുവന്ന ആളുകൾ പേടിച്ചു പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒന്നുണ്ടോ? ഇത് ഇസ്ലാമിക ആശയത്തിന്റെ വിരുദ്ധമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ നമുക്കകത്തുള്ള സഹവർത്തിത്വത്തെയും സാഹോദര്യത്തെയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനം പോലും ജിഹാദാണ് എന്ന് സമൂഹത്തോട് പറയാൻ, അതുപോലെ തന്നെ അതിനെ അഭിമുഖീകരിക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സാധിക്കണം. ഞാൻ പറയുക, ഇസ്ലാമോഫോബിയയെ മറികടക്കുന്നിടത്ത് ഇസ്ലാമിൻ്റെ സുന്ദരമായ സൗന്ദര്യമുള്ള ആശയങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ യഥാവിധിയുള്ള പ്രതിനിധാനം നിർവഹിച്ചുകൊണ്ട് നമുക്കൊരുപാട് നിർവഹിക്കാനില്ലേ? സമൂഹത്തിനില്ലേ? ഭരണകൂടങ്ങൾക്കില്ലേ? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിലുള്ള പോളറൈസേഷൻ അജണ്ടയെ ചെറുക്കേണ്ടതില്ലേ? ഞാൻ പറയുക, അന്നിസുദ്ദീ മൗലവി കൺകണ്ണിൽ കണ്ട അതേ മഹാപണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടേണ്ട കാലമാണ്. ദീനെന്ന് പറഞ്ഞാൽ കിതാബ് മാത്രമല്ല, ദീനെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാധന മാത്രമല്ല, ആചാരം മാത്രമല്ല, അനുഷ്ഠാനം മാത്രമല്ല. യഥാർത്ഥത്തിൽ ആദം നബിയുടെ മക്കളാണ് മനുഷ്യരെന്ന സാമൂഹ്യ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന്റെ ധർമ്മം നിർവഹിക്കൽ കൂടി ദീനാണ് എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതാണ്, എന്ന് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് വഖഫ്. എന്താണ് വഖഫ്? വഖഫ് സുന്ദരമായ ഒരാശയമാണ്. പക്ഷേ ഇന്ന് വഖഫ് അപകടകരമായ ഒരു ടെർമിനോളജിയായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അറിയാത്തവരുണ്ടോ? സമുദായത്തിൽ അറിയാത്തവരുണ്ട്, സമൂഹത്തിൽ അറിയാത്തവരുണ്ടോ? വഖഫ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദൈവത്തിൻ്റെ മാർഗത്തിൽ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ദാനം കൊടുക്കുന്നതാണ് വഖഫ്. ദൈവത്തിൻ്റെ മാർഗത്തിലുള്ള ദാനമാണ് വഖഫ്. ആ വഖഫാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ വഖഫാണ് മസ്ജിദുകൾ, ആ വഖഫാണ് ഒരുപാട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സംവിധാനങ്ങൾ. പള്ളിയും മദ്രസയും സ്കൂളും മാത്രമാണോ? അല്ല. നമുക്കറിയാം അലീഗർ വഖഫാൻ, അതുപോലെ തന്നെ ഹംദർദ് യൂണിവേഴ്സിറ്റി വഖഫാൻ, അതുപോലെ തന്നെ ജാമിയ മില്ലിയ വഖഫാൻ, അതുപോലെ തന്നെ ഫറൂഖ് കോളേജ് വഖഫാൻ. ആ വഖഫിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? മനുഷ്യരാണ്. വഖഫിന്റെ ഗുണഭോക്താക്കൾ മനുഷ്യരാണ്. നിങ്ങൾക്കറിയാമോ, കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം ഒരുപാട് വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ ഗുണഭോക്താക്കൾ മനുഷ്യരാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പറവകൾക്ക്, അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ട് വഖഫ് ചെയ്യാറുണ്ടായിരുന്നു. ജീവജാലങ്ങൾക്ക് വെള്ളം കുടിക്കാൻ, അതുപോലെ തന്നെ പറവകൾക്ക് പാറിപ്പറക്കാൻ, മൃഗങ്ങൾക്ക് മേഞ്ഞു നടക്കാൻ സ്ഥലം വഖഫ് ചെയ്യാറുണ്ടായിരുന്നു. ദൈവത്തിന്റെ പുണ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നീക്കി വെച്ചുകൊണ്ടിരിക്കുന്ന വഖഫുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ?
അഥവാ അത് രണ്ട് കമ്മ്യൂണിറ്റിക്കകത്തുള്ള പ്രശ്നങ്ങളായിട്ട് വികസിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ പോലും സംജാതമായില്ലേ? കേന്ദ്ര സർക്കാർ വഖഫുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തുകൊണ്ടിരിക്കുക. എന്താ നിലപാട്? ഇത്തരത്തിൽ ദൈവമാർഗത്തിൽ ദാനം ചെയ്തിരിക്കുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ വ്യക്തികൾക്ക് വരെ അതിൻ്റെ സംവിധാനങ്ങളിലും ഒഫീഷ്യൽ സംവിധാനങ്ങളിലും ജനപ്രതിനിധികളായിട്ട് വരെ പങ്കെടുക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള പരിഷ്കരണമാണ് വരാൻ പോകുന്നത്. കേരളത്തിൽ ഞാൻ പറയുക, വഖഫുമായി ബന്ധപ്പെട്ട വിവാദത്തെയും സമന്വയത്തോടുകൂടി പക്വതയോടുകൂടി, എന്നാൽ അതിൻ്റെ ശരിയായ മുഖം സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് നേരിടാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതാണ്. അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത്, മുനമ്പവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുനമ്പത്ത് പൈസ കൊടുത്ത് വില കൊടുത്ത് ഭൂമി വാങ്ങി വീട് വെച്ച് കുടുംബം പുലർത്തുന്ന സാധാരണക്കാരായ ആളുകൾ അവിടെ നിന്ന് കുടിയുറപ്പിക്കാൻ പാടില്ല എന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു. എന്നാൽ അതിൻ്റെ മറപിടിച്ചിട്ട് വഖഫ് സ്വത്ത് കയ്യേറാൻ പാടില്ല എന്നത് രണ്ടാമത്തെ വ്യവസ്ഥയാണ്. ഇത് ഗവൺമെന്റിന് ഒരുമിച്ചിരുത്ത് ഇതര മതവിഭാഗത്തെയും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ഒക്കെ ഒരുമിച്ചിരുത്തി പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. അടിസ്ഥാനപരമായി ഏതെങ്കിലും ഒരു ജനവിഭാഗം കുടിയൊഴിപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം മാനുഷികമായ പരിഗണനയോടുകൂടി നിലനിൽക്കണം എന്നത് മുസ്ലിം സംഘടനകളുടെ കൂടി ആവശ്യമാണ്. ഒരു കമ്മിറ്റിയെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ പഠനം വരട്ടെ. അതിൻ്റെ പഠനം വന്നാൽ അവധാനതയോടുകൂടി കൈവെക്കേണ്ടുന്ന വിഷയമാണ്. പക്ഷേ ഇസ്ലാമോഫോബിക്കായ ഒരു കാലഘട്ടത്തിൽ വഖഫ് ചർച്ചയാണ്, ജിഹാദ് ചർച്ചയാണ്, ഇസ്ലാമിൻ്റെ ഓരോ ടെർമിനോളജിയും ചർച്ചയാണ്. ഇങ്ങനെയുള്ള സങ്കീർണമായ ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ വിശാലമായ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇതര ജനവിഭാഗത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കകത്ത് ഇസ്ലാമിക ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ സത്യസാക്ഷ്യം നിർവഹിക്കാൻ പ്രാപ്തമായ ഒരു ജനറേഷനെ വളർത്തിയെടുക്കുക എന്നതാണ് ആലിയക്ക് നിർവഹിക്കാനുള്ള സംഭാവന എന്ന് പറയുന്നത്. ബഹുസ്വര സമൂഹത്തോട് എൻഗേജ് ചെയ്യാനുള്ള പൊതുഭാഷയും പൊതുശൈലിയും പൊതുസംസ്കാരവും ഇസ്ലാമിക അടിത്തറയിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനം വിരാമമിടുകയാണ്. ഒരു കമ്മ്യൂണിറ്റി ഐഡിയോളജിക്കലി എഡ്യൂക്കേഷനലി അവരുടെ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിലും എംപവർ ചെയ്യുക എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മർഹൂം ഇസ്സുദ്ദീൻ മൗലവി ആഗ്രഹിച്ച പോലെ ഈ കാലഘട്ടത്തിൻ്റെ ലീഡർഷിപ്പ് നിർവഹിക്കാൻ കഴിയുന്ന പ്രാപ്തരായ പണ്ഡിതന്മാരെ സംഭാവന ചെയ്യുക എന്ന് പറയുന്നത് ആലിയ ഒരു കാലഘട്ടത്തിൽ തുടർന്ന് നിർവഹിച്ചു വന്ന ധർമ്മം പൂർവാധികം ശക്തിയോടുകൂടി കാലോചിതമായ ശൈലിയിൽ അത്യാധുനിക സംവിധാനങ്ങൾക്കിടയിൽ സുന്ദരമായ ആംബിയൻസ് സൃഷ്ടിച്ച വരും തലമുറയെ ആകർഷിക്കും വിധം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമ്മേളനം സഹായകമാകണം എന്ന് ഉണർത്തിക്കൊണ്ട് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആലിയയുടെ ധന്യമായ ഇന്നലകളെക്കുറിച്ചും നാളെയുടെ പ്രതീക്ഷകളെക്കുറിച്ചും നമ്മോട് സംവദിച്ച ഭീതിതമായ സമകാലിക സാഹചര്യത്തിൽ ബഹുസ്വരതയോടെയുള്ള ചെറുത്തുനിൽപ്പിന്റെ സന്ദേശമുണർത്തിയ ബഹുമാന്യനായ പി. മുജീബ്